أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه وأتباعه أجمعين أما بعد ബഹുമാനികളെ, തുഹഫയുടെ 13ാമത്തെ ക്ലാസ്. വലാ ബദഅ അൻ യുഖസ്സ ഖൗലുഹും, ഫുഖഹാക്കളുടെ ഖൗലിനെ പ്രത്യേകമാക്കൽ എന്തില്ല, പുതുമയില്ല, പുതിയതല്ല പ്രത്യേകമാക്കൽ. എന്താ പോലെ ഖൗല് അഫ്ളലു ഇബാദത്തിൽ ബദനി അസ്വലാത്തു, ശരീരം കൊണ്ട് ചെയ്ത ഇബാദത്തുകൾ വെച്ച് അഫ്ളലായ ഇബാദത്ത് നമസ്കാരമാണെന്നുള്ളതാണ് ഫുഖഹാക്കളുടെ ഖൗല്. ഈ പറഞ്ഞതിനെ പ്രത്യേകമാക്കപ്പെടുക എന്തിനോട്, ബിഗൈരി ദാലിക, ഇൽമ് അല്ലാത്തത് കൊണ്ട്. അപ്പൊ ഇൽമാണ് അഫ്ളൽ. ഇൽമ് കഴിച്ചാൽ പിന്നുള്ള അഫ്ളൽ പറയുകയാണെങ്കിൽ ഇൽമ് അല്ലാത്ത മറ്റെല്ലാ ഇബാദത്തുണ്ടാവുമ്പോൾ ആ ഇബാദത്തിൽ അഫ്ളൽ ഏതാണ്, നിസ്കാരമാണ് എന്ന്. അപ്പൊ ഇൽമല്ലാത്തത് കൊണ്ട് ഇതിനെ പ്രത്യേകമാക്കി. ഈ പ്രത്യേകമാക്കൽ പുതിയതാണോ? അല്ല. വ മഫ്ളൂലും ബിൻ നിസ്ബത്തി ലിഫുറൂദിൽ കിഫായത്തി വൽ ഐനി മിൻ ഗൈരിൽ ഇൽമി, ഇൽമ് അല്ലാത്തതിൽ നിന്നുള്ള ഫർദ് ഐനായ കാര്യങ്ങളും ഫർദ് കിഫയായ കാര്യങ്ങളുമുണ്ട്. അതിലേക്ക് ചേർത്ത് നോക്കുന്ന സന്ദർഭഘട്ടത്തിൽ ഇവിടെ അഫ്ളലായി വന്ന ഇതുണ്ടല്ലോ, ഈ അഫ്ളലായി വന്നത് മഫ്ളൂലായി വരും. അങ്ങനെയുണ്ട്, അഫ്ളലായത് മഫ്ളൂലാവും. ആ മഫ്ളൂൽ എങ്ങനെയാ, ഫർദ് കിഫ ഫർദ് ഐൻ ഇൽമല്ലാത്ത, അത് ചേർത്തി നോക്കുമ്പോൾ ഇത് മഫ്ളൂലായിട്ട്, അഫ്ളലായതും മഫ്ളൂലായിട്ട് വരും. പിന്നെ ഫലാ യസിഹു ഹദ്ഫു മിൻ, മിൻ അഫ്ളലി നില കൊടുത്തു, മിൻ അഫ്ളലി ത്വാഅത്തി എന്ന് അവിടെ ഒരു മിന്നുണ്ടല്ലോ, ആ മിന്നിനെ കളയാൻ പറ്റൂല. ലിഹാദൽ ഇത്തിബാരി, ഇവിടെ ഈ ഇത്തിബാറിനെ പരിഗണിച്ചുകൊണ്ട്. ഇവിടെ ഇത്തിബാർ എന്താ ചെയ്തത്, നമ്മൾ പറഞ്ഞല്ലോ അഫ്ളലായത് ഇൽമ് അല്ലാത്ത ഫർദ് ഐനിയോ ഫർദ് കിഫയോ അതിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇതെന്തായിട്ട് വരും, മഫ്ളൂലാകും എന്ന് പറയും. ഈ പരിഗണന വെക്കുമ്പോൾ മിന്നിനോടെ കളയാൻ പറ്റൂല. എന്താ കാരണം കളയാൻ പറ്റൂല എന്ന് പറയാൻ കാരണം, ഈ അല്ലാ യൂഹിമ, തോന്നിപ്പിക്കാതിരിക്കാൻ വേണ്ടി എന്ത്, അന്നഹു നിശ്ചയമായിട്ടും ഇൽമ് അഫ്ളലു മിൻ ഗൈരിഹി, ഇൽമ് അല്ലാത്തതിനേക്കാൾ ഇൽമ് അഫ്ളലാണ് തോന്നിപ്പോകൂലേ. അങ്ങനെ തോന്നൽ ഇവിടെ വരും. ആ തോന്നൽ വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം, മിന്നിനെ കളയാതിരിക്കണം. അപ്പൊ ത്വാഅത്തുകളിൽ ഉന്നതമായ ത്വാഅത്തിൽ പെട്ട തന്നെയാണ് ഇൽമയോട് ജോലിയാവുക എന്ന് വരണമെങ്കിൽ മിന്ന് വേണ്ടേ. വൈൻ ഇഖ്തലഫൽ ജിൻസു, വർഗങ്ങൾ എത്ര വ്യത്യാസമായാലും, ഫതഅമ്മൽഹു, നീ നല്ലോണമെന്ന് ആലോചിച്ച് നോക്കി പറഞ്ഞ വിഷയം. പിന്നെ ഇപ്പൊ ഇത്രയും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ട് ശേഷം സുമ്മ ഫദ്ലുഹു, പിന്നെ ഇൽമാണല്ലോ അഫ്ളൽ ഇത് പറഞ്ഞല്ലോ. ഇൽമിന്റെ ഫദ്ല് അൽ വാരിദു ഫീഹി, ആ ഫദ്ൽ വാരിദായത് എന്തിൽ നിന്ന്, മിനൽ ആയാത്തി വൽ അഖ്ബാർ, ആയാത്തുകളും അതുപോലെ ഹദീസുകളും ഇതിലൂടെയായി ഇൽമിന്റെ കാര്യത്തിൽ വാരിദായി വന്ന് ഒന്ന്. ആ ഒന്നെന്താ ചെയ്യുന്നത്, യഹ്മിലു, ഇൽമിന്റെ ശ്രേഷ്ഠത എന്താന്നുള്ളത് മനസ്സിലാക്കാനാണ് ഈ പറയുന്നത്. ഹദീസിലൂടെയും ആയത്തിലൂടെയും ഇൽമിലായി വാരിദായി വന്നു. ആ വാരിദായതും ആ ഒന്ന്. യഹ്മിലു, അത് വഹിക്കുന്നു, ചുമത്തുന്നു, പ്രേരിപ്പിക്കുന്നു ഒക്കെ വെക്കാം. മൻ, ഒരുത്തനെ, ലഹു അദ്നാനദിരിൻ ഇലാ കമാലിൻ, കമാലിലേക്ക് താഴ്ന്ന രൂപത്തിൽ ആലോചിക്കുന്നവരാണ്. അങ്ങനത്തെ താഴ്ന്ന രൂപത്തിലുള്ള ഏതാണ്ട് നെതറിനോട് അടുത്തത് അദ്നാനദർ, ഏറ്റവും താഴ്ന്ന നേട്ടം. എവിടേക്ക് നോക്കുക, കമാലിലേക്ക്. അപ്പൊ പരിപൂർണതയിലേക്ക് താഴ്ന്ന രൂപത്തിൽ ചിന്തിക്കുന്ന ഒരാൾക്ക്, അത്തരം ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അയാളെ പ്രേരിപ്പിക്കുന്നു. അലസ്തിഫറാഇൽ വസ്ഇ, അവന്റെ കഴിവ് അവൻ ഒഴിവാക്കണം എന്നതിന്റെ മേൽ. എവിടേക്ക് ഒഴിവാക്കുക, ഫി തഹ്സീലിഹി, ഇൽമിനെ കരസ്ഥമാക്കലിൽ അവന്റെ കഴിവിനെ അവൻ ഒഴിവാക്കണം, വിനിയോഗിക്കണം. എന്തോടുകൂടെ, മാൽ ഇഖ്ലാസി ഫീഹി, ആ തഹസ്സിലാക്കുന്ന കാര്യത്തിൽ നല്ല ഇഖ്ലാസ് വേണം. അപ്പൊ ഇൽമിനെ കരസ്ഥമാക്കുന്ന കാര്യത്തിൽ ഇഖ്ലാസോടുകൂടെ അവന്റെ കഴിവുകളൊക്കെ അവൻ ഒഴിവാക്കണം, അതിലേക്ക് തിരിക്കണം എന്നതിന്റെ മേലിൽ പ്രേരിപ്പിക്കുന്നു. കമാലിലേക്ക് ആലോചിക്കുന്ന ചുരുങ്ങിയ ചിന്തയിലുള്ള ഒരാളെ. ഇതാണ് ആയത്ത് ഹദീസിലൂടെ ആയിട്ട് ഇൽമിന്റെ കാര്യത്തിൽ വാരിദായി വന്ന ഫദ്ല്.
ഇന്നമാഹുവ ഇഖ്ലാസ് എന്ന് പറയുന്ന സാധനം ലിമൻ അമില ബിമ അലിമ, അറിവുള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്ന ആൾക്കാണ് ഇഖ്ലാസ് ഉണ്ടാവുക. അറിവുണ്ടായിട്ട് കാര്യം പ്രവർത്തിക്കണം. എന്തിനാണത് അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അത്തായത്ത ഹക്കൊക്കെ വീഴുകയും അറിവുള്ളത് കൊണ്ട് പ്രവർത്തിക്കുന്ന ആളിൽ തഹക്കൊക്കെ ഉറപ്പാവാൻ വേണ്ടി എന്തുറപ്പാവുക? വിറാസത്തുൽ അംബിയായി, അംബിയാക്കളുടെ അനന്തരഗാമിയാണ് ഇവൻ. വഹിദായത്തു ഫളീലത്തി സ്വാലിഹിന ഖായിമീന ബിമാ തഹത്തമ അലൈഹിം മിൻ ഹുഖൂഖില്ലാഹി തആല വ ഹുഖൂഖി ഖൽഖിഹി, അല്ലാഹുവിന്റെയും സൃഷ്ടികളുടെയും ബാധ്യതകളാൽ അവരുടെ മേൽ നിർബന്ധമായി നിൽക്കുന്നു. അങ്ങനെ നിർബന്ധമായ കാര്യങ്ങളെ കൊണ്ട് നിറവേറ്റിപ്പോരുന്ന സജ്ജനങ്ങളായ ആളുകൾ, അത്തരം ആളുകളുടെ ശ്രേഷ്ഠതകളെയൊക്കെ ഒരുമിച്ച് കൂട്ടിയെന്നും അമ്പിയാക്കളുടെ അനന്തരഗാമിയാണ് ഇവൻ എന്നും അവൻ ബോധ്യമാവണം. അങ്ങനെ ഉറപ്പാവണമെങ്കിൽ ആ ഉറപ്പിന് വേണ്ടിയിട്ടാണ് അറിവനുസരിച്ച് പ്രവർത്തിക്കുക എന്ന് പറഞ്ഞു. ഇങ്ങനെ പ്രവർത്തിക്കുന്നവർക്കാണ് ഈ ഇഖ്ലാസ് ഉണ്ടാവുകയുള്ളൂ. അത്തരം വിഭാഗത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തിട്ട് അറിവനുസരിച്ച് പ്രവർത്തിക്കണം. അപ്പോഴുള്ളൂ അമ്പിയാക്കളുടെ അനന്തരഗാമിയും സ്വാലിഹീങ്ങളായ ആൾക്കാരുടെ ആ ശ്രേഷ്ഠതയൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അതിന മറാത്തിബ് ദാലിക, ഈ പറയുന്ന നമ്മുടെ സ്വലാഹ് അല്ലെങ്കിൽ അമലുണ്ടാവണം അല്ലെങ്കിൽ സ്വലാഹ് വേണമെന്ന് പറഞ്ഞല്ലോ. ഇതിന്റെ താഴ്ന്ന പടി ഉണ്ടാവുക എന്നുള്ളത് വെളിവാകുക ബിൽ ഇത്തിസാഫി വസ്ഫിൽ അദാലത്തി, നീതി എന്ന് പറയുന്ന ഒരു വസ്തു കൊണ്ട്, വസ്തുണ്ടാവൽ കൊണ്ട് തന്നെ ഇവർ സാലിഹായ ഒരാളാണെന്ന് പറയാം, അല്ലെങ്കിൽ അമലുണ്ടെന്ന് പറയാം. അല്ലാത്തിയ അദാലത്ത് വരുന്നു ശേഷം ബി ബാബി ഷഹാദാത്തി, ഷഹാദത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായത്തിൽ അത് വരുന്നുണ്ട്. അത് ഉള്ള ഒരാളെ കൊണ്ട് താഴ്ന്ന രൂപത്തിൽ അത് കിട്ടും, അതുകൊണ്ട് കിട്ടും. അപ്പൊ അതെന്നെങ്കിലും വേണം ഇങ്ങനെയുള്ള ആളുകൾക്ക്, എന്നെങ്കിലേ സ്വാലിഹ് എന്ന് വരാൻ കഴിയുള്ളൂ. അങ്ങനെയൊക്കെയാണ് നേടിയെടുക്കുമ്പോൾ ആ ഇൽമിന്റെ ഫضില് മനസ്സിലാക്കുക. പിന്നെ ഒമിൻ ഔലാമ ഉംഫിഖത്ത്, ചെലവഴിക്കപ്പെടുന്ന ഒന്നിൽ വെച്ച് ഏറ്റവും നല്ലതിൽപ്പെട്ടതുമാണ് ഇൽമു കൊണ്ട് ജോലിയാവുക എന്നുള്ളത്. ഫീഹി, ഒന്നിൽ എന്താവുക? ചെലവഴിക്കപ്പെടുക. എന്തിനെ? നഫായിസുൽ ഔഖാത്ത്, ബലപ്പെട്ട സമയങ്ങളെ ആ ഒന്നിലായി ചെലവഴിക്കപ്പെടും. അങ്ങനെ ചെലവഴിക്കപ്പെടാൻ പറ്റുന്ന ഒന്നിൽ ഏറ്റവും നല്ലതിൽപ്പെട്ടതുമാണ് എന്ത്? ഇൽമു കൊണ്ട് ജോലിയാവുക എന്നുള്ളതാണ്. വമിൻ എന്ന് സങ്കല്പിച്ചിട്ട് വമിൻ ഔല മാ ഉംഫിഖത്ത്, ആസറുഹു മുസന്നിവിടെ അംഫഖ എന്ന പേരിലെടുത്തു, സൊറഫ എന്ന പേര് ഒഴിവാക്കി. എന്തുകൊണ്ട്? അന്നഹു നിശ്ചയമായിട്ടും കാര്യം ലാ യുഖാലു പറയപ്പെടുകയില്ല ഇല്ലാ ഫീമ സുരിഫ ഫി ഖൈർ, ഖൈറിലായിട്ട് തിരിക്കപ്പെടുന്ന ഒന്നിലല്ലാതെ ഒമാ യദാഹു ഖൈർ അല്ലാത്ത ഒന്നിനും തിരിക്കപ്പെടുക. ആ ഖൈർ അല്ലാത്ത ഒന്ന് വലോ ബി മക്രൂഹിൻ, അത് മക്രൂഹായാൽ പോലും ഖൈറിലോ ഖൈർ അല്ലാത്തതിലോ തിരിക്കപ്പെടുന്നൊരു കാര്യമുണ്ടെങ്കിൽ അതിലായിട്ടല്ലാതെ അംഫഖ എന്നതിനെ പറയപ്പെടൂല. അതുകൊണ്ട് തന്നെയാണ് അംഫഖയെ തെരഞ്ഞെടുത്തത്. അപ്പൊ യുഖാലു ഫീഹി, ആ വെറുക്കപ്പെട്ട കാര്യത്തിലാണ് അംഫഖ എന്ന് ഉപയോഗിച്ച് വരുമ്പോൾ അവിടെ പറയുന്ന വയ്യ ആ ഖസിറ ഒരിമ എന്നൊക്കെ പറയും. അങ്ങനെയാണ് മക്രൂഹിൽ ഉപയോഗിക്കപ്പെടുമ്പോ പറയാം. ഉംഫിഖ എന്നത് ബനാഹു, അതിനെ മുസന്നിഫ് എടുത്തത് മജ്ഹൂലി, മജ്ഹൂലായ ഫീല് വേണ്ടിയിട്ട് ഉംഫിഖത്ത് എന്ന കൊണ്ടുവന്നത്. ആ എന്തുകൊണ്ട് അങ്ങനെ കാട്ടിയത്? ലിൽഇൽമി ഫായിലിഹി, ആരാണ് അംഫഖ എന്നതിന്റെ ഫായിൽ അറിയും? അത് മുക്കല്ലഫായ ആളാണ്. ആ മുക്കല്ലഫായ ആളാണെന്ന് ഇവിടെ അറിയപ്പെടും. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ഇൽമു തേടുന്ന ആള് രണ്ടിലൊരാളായിരിക്കും. മാത്രമല്ല വലിക്കൗലി ഐനിഹി, ആ താലിബുൽ ഇൽമാണെങ്കിലോ മുക്കല്ലഫാവട്ടെ, അവന്റെ തടി വൈറ മൗലൂരി ഇലയ, ആ തടിയിലേക്ക് നോക്കപ്പെടുന്നില്ല എന്ന കാരണത്തിന് വേണ്ടിയും ബിഖുസൂസിയ, ആ തടി പ്രത്യേകമായി നോക്കുന്നില്ല എന്ന കാരണത്തിന് വേണ്ടിയും, പിന്നെ ആകെ എല്ലാവരെയും ഉൾപ്പെടുത്താൻ വേണ്ടിയും കൂടിയാണ് എന്ത് ചെയ്ത് ഉംഫിഖത്ത് എന്ന് പറയും. അപ്പൊ നായിഫാല് ഉണ്ടാകുമ്പോൾ ആരും ആവാനോ മാറും ഒക്കെ ആക്കി വെക്കുമ്പോൾ അതിനല്ലേ ആകുള്ളൂ. അവിടെ ഇന്ന തടി ഇന്ന വ്യക്തി ഒന്നും ഇവിടെ നോക്കണില്ല. ആരാണോ ചെലവഴിക്കുന്നത് എല്ലാവരും പഠനം അതിന് വേണ്ടിയിട്ടാണ്. ആ ഒന്നെന്ന് പറയുമ്പോൾ തഅല്ലുമു തഅലീമൻ,
പഠിപ്പിക്കുക, പഠിക്കുക, അതിനാൽ ആ ഒന്നിൽ ചെലവഴിക്കുന്നു. അങ്ങനെ ചെലവഴിക്കുന്ന ഒന്നിൽ ഏറ്റവും നല്ലതിൽപ്പെട്ടതാണ്. എന്തിന് ചെലവഴിക്കപ്പെടുക? നഫായിസുൽ ഔഖാത്ത്, വിലപ്പെട്ട സമയങ്ങളേന്ന്. ഇവിടെ നഫായിസുൽ ഔഖാത്തില് മിൻ ഇളാബത്തിൽ അഅമ്മി ഇലൽ അഖസ്സി, നഫായിസ് എന്ന് പറയുന്ന അഅമ്മിനെ ഔഖാത്ത് എന്ന് പറഞ്ഞ അഖസ്സിലേക്ക് ഇളാബത്ത് ചെയ്യപ്പെട്ടതാണ് ഇത്. അല്ലെങ്കിൽ അവ സിഫത്തി മിനൽ മൗസൂഫി, സിഫത്തിന് മൗസൂഫിലേക്ക് ഇളാബത്ത് ചെയ്യപ്പെട്ടതാക്കാം നഫായിസുൽ ഔഖാത്ത്. നഫായിസ് സിഫത്ത്, ഔഖാത്ത് മൗസൂഫ, വിലപിടിപ്പുള്ള സമയമായി. അല്ലെങ്കിൽ ലൗഹിയ ബയാനിയ, ഇവിടുത്തെ ഇളാഫത്ത് എന്തായിരിക്കാം? ബയാനിയാക്കാം. എന്താക്കാം? സമയമാകുന്ന വിലപ്പെട്ടത്, സമയത്താൽ വിലപ്പെട്ടു. വ മുഫറദ് നഫായിസ്, നഫായിസ് എന്ന മുഫറത്ത് നഫീസത്ത് എന്നാ. ഇവിടെ നഫായിസ് ജമ്മാണ്, അതിന്റെ മുഫറദ് വരിക നഫീസത്തുൻ എന്നതാ. ലാ നഫീസ, നഫീസ എന്നല്ല, നഫീസ എന്നതിന്റെ ജമ്മല്ല നഫായിസ്, നഫീസത്തിന്റെ ജമ്മാണ് നഫായിസ് എന്ന് മനക്കുക. അപ്പോ നഫായിസിന്റെ മുഫറദ് നഫീസ അല്ല, നഫീസയാണ്. കമാ അഫാദു ഖൗലുൽ ആതിബിൻ നഫായിസുൽ മുസ്തജാദാത്തി എന്ന് പറയുന്ന ഒരു വിഷയം പുറകിൽ വരുന്നുണ്ട്. ആ പിറകെ വരുന്ന മുസന്നിഫിന്റെ വാക്ക് മനസ്സിലാക്കി തരുന്ന പോലെ മനസ്സിലാക്കി തരുന്ന നഫായിസ് നഫീസത്തിന്റെ ജമ്മാണെന്നും, അപ്പൊ നഫായിസിന്റെ മുഫറദ് നഫീസത്താണെന്നും നഫീസല്ല എന്നുമാണ്. കാരണം ഇത് ഫആയിലു, നഫായിസ് ഫആയില് വസന്, ഇന്നമാ തക്കൂന്, നിശ്ചയമായിട്ടും ഫആയില് വസനുള്ളത് ജമ്മായി വരും. ഫഈലത്ത്, ഫഈലത്തിന് മാത്രമേ ഫആയിൽ എന്നുള്ള ജമ്മായി വരുള്ളൂ. അപ്പൊ പിന്നെ ഇളാഫത്തുഹ, അപ്പൊ ഇവിടെ നഫായിസ് എന്ന് പറയുന്നത് ചേർത്തു ലിൽ ഔഖാത്തി, ഔഖാത്തിലേക്കുള്ള ഇളാഫത്ത്. അല്ലത്തി, എങ്ങനത്തെ ഔഖാത്ത്? ഹിയ ജമ്മു മുദക്കറാണല്ലോ ഔഖാത്ത്, ജമ്മു മുദക്കറായിരിക്കുന്ന ഔഖാത്തിലേക്ക് നഫായിസ് എന്ന് പറയുന്നതിനെ ചേർത്തത് ലിതഅബീലിഹ, ആ ഔഖാത്തിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് സാആത്തി, സമയങ്ങൾ കൊണ്ട്. അപ്പൊ ഔഖാത്ത് എന്ന് പറയുമ്പോൾ സാആത്ത്. അപ്പൊ പിന്നെ റെഡി ആയല്ലോ. നഫായിസ് എന്ന മുഹന്നസിന് സാആത്ത് എന്ന മാന വെക്കുമ്പോ മാനയിൽ മുഹന്നസായി കിട്ടുമല്ലോ. അപ്പൊ മുദക്കറിലേക്ക് ചേർത്തു എന്നുള്ളൊരു കംപ്ലൈന്റ് വേണ്ട. പിന്നെ ഇവിടെ മനസ്സിലാക്കാനുള്ളത് ശബ്ബഹ ശുഹറൽ ഔഖാത്തി ബിൽ ഉലൂമി, ഇൽമുകളെ കൊണ്ട് സമയത്തെ ജോലിയാക്കുക. സമയങ്ങളെ ജോലിയാക്കിയത് ഇൽമു കൊണ്ടാണ്. ഇങ്ങനെ ഇൽമു കൊണ്ട് സമയങ്ങളെ ജോലിയാക്കുമെന്ന ആ ജോലിയെ തെശ്ബീഹാക്കിയത് ബിശുറുഫിൽ മാലി ഫിൽ ഖൈരി, നന്മയിൽ സമ്പത്തിനെ തിരിക്കുന്നതിനോടാ. അൽ മുക്കന്ന അൻഹു, അതിനെ തൊട്ട് മറച്ച് പറയുക, മജാസായിട്ട് പറയുക. അങ്ങനെ മജാസായിട്ട് ഇബാറത്തായിട്ട് ഇംഫാക്ക് കൊണ്ട് മജാസായിട്ട് ഇബാറത്തിട്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു ഖൈറില് മാലുസ്വറുഫ്, ഇവിടെ പോയി ഇംഫാക്ക് എന്ന് പറഞ്ഞാൽ മാലുസ്വറുഫിന് എന്താക്കുക? മജാസായിട്ടാണ് ഇംഫാക്ക് എന്ന് പറയും. ഇങ്ങനെ മജാസായിട്ട് പറയപ്പെടുന്ന ആ ഖൈറിൽ മുതലിനെ തിരിക്കുക, ആ മുതലിനെ തിരിക്കുക എന്നതിനോടാണ് ഇൽമു കൊണ്ട് സമയത്തെ ജോലിയാക്കുക എന്നതിനെ തശ്ബീഹാക്കിയത്. അതെങ്ങനെ? ബിൽ ഇംഫാഖ്, ഇംഫാഖ് കൊണ്ട്. അപ്പൊ ഇംഫാഖ് കൊണ്ടാണ് അതിനെ സർഫുൽ മാലിനെ തൊട്ട് ഇംഫാഖ് കൊണ്ട് മജാസായിട്ട് ഉപയോഗിക്കും. അങ്ങനത്തെ സംഭവം. അപ്പൊ സർഫുൽ മാലിനെ തൊട്ട് ഇംഫാഖ് കൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്യുക? മജാസിൽ ഉപയോഗിക്കുക. ഇങ്ങനത്തെ മജാസായിട്ട് ഇവിടെ ഉപയോഗിക്കുക. അത് തശ്ബീഹാക്കിയത് ഇതിനോടാണ്. വസ്ഫുഹാബിൻ നഫാസത്തി, നഫാസത്ത് കൊണ്ട് ഔഖാത്തിന് വസ്ഫ് പറഞ്ഞതോ അൽ മുഖ്തദിയത്തിൽ ഖത്തിൽ ഖദർ, അതിന്റെ കണക്ക് വലിയതാണ്. വഇസ്സത്തിൻ നളീർ, അതുപോലത്തത് ഉണ്ടാവാനുള്ളൊരു വീര്യമാണ്. അങ്ങനത്തതിനെ തേടുന്നതാണ് നഫാസത്ത് എന്ന് പറയുന്നത്. ആ നഫാസത്ത് കൊണ്ടാണ് ഔഖാത്തിന് വസ്ഫ് പറഞ്ഞത്. അതെന്താ? അത് ഇഷാറത്തുൻ ഇലാ അന്ന ഫായിതഹ, നിശ്ചയമായിട്ടും ആ വിലപിടിപ്പുള്ള ആ സമയത്തെ നഷ്ടപ്പെടുത്തല്. ബിലാ ഖൈരി, നന്മയൊന്നും ചെയ്യാതെ വെറുതെ നഷ്ടപ്പെടുത്തല്. ലാ യുംകിനു തഅവീലുഹു, അത് നഷ്ടപ്പെട്ടു പോയ പിന്നെ അതിന് പകരമാക്കാനൊന്നും കഴിയൂല എന്നതിലേക്ക് സൂചിപ്പിക്കലാണ് എന്ത് ഇവിടെ വസ്ഫ് പറഞ്ഞത്. അല്ലെങ്കിൽ വസഫഹ, മുസന്നിഫ് ഔഖാത്തിന് വസ്ഫ് പറഞ്ഞു ബിൻ നഫാസത്തിൽ മുഖ്തദിയത്തി ലിഖത്തിൽ ഖദരി വഇസ്സത്തിൽ നദീരി,
ആ നഫാസത്ത് കൊണ്ട് ഔക്കാത്തിന് വസ്വർ ഇഷാറത്തൻ ചൂണ്ട വലകയാകാൻ മാറ്റിയിട്ട് അപ്പൊ സൂചന നൽകാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുക. ഒമിൻ തമ്മ അതുകൊണ്ട് തന്നെയല്ലേ തീല പറയപ്പെട്ടത് അൽ വഖത്തു സൈഫുൻ സമയം വാളാണ്. ഇല്ലം തഖ്തഉഹു ആ വാളിനെ നീ മുറിച്ചിട്ടില്ല എങ്കിൽ ഖതഅക ആ വാൾ നിന്നെ മുറിച്ചു കളയും എന്ന് പറഞ്ഞാൽ സമയത്ത് ചെയ്യേണ്ട ഇബാദത്തൊന്നും ചെയ്യാതിരുന്നാൽ ആ സമയം നിനക്ക് നഷ്ടപ്പെട്ടു പോയി, പിന്നെ വീണ്ടെടുക്കാൻ കഴിയൂല. അതാണ് വഖദ് അക്സറ അസ്ഹാബുന നമ്മുടെ അസ്ഹാബികൾ അധികരിപ്പിച്ചിരിക്കുന്നു റഹ്മഹുമുല്ലാഹ് അല്ലാഹു അവർക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടെ വഖദ് എന്ന് പറഞ്ഞ ഖദ് ലി തഹഖീഖി ഹുന അത് ഉറപ്പിച്ചാനുള്ളതാണ്, നിശ്ചയം എന്നർത്ഥം. അക്സറ അധികരിപ്പിച്ചിരിക്കുന്നു അസ്ഹാബുന നമ്മുടെ സ്വഹാബാക്കൾ അല്ലദീന എങ്ങനത്തെ സ്വഹാബാക്കൾ നളമന വ ഇയ്യാഹും നമ്മളെയും അവരെയും അല്ലാഹു തആല കോർത്തിണക്കട്ടെ. സിലക അത്ബാഇ ഷാഫി റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു തആലയോട് പിൻപറ്റി ജീവിക്കുന്ന ആളുകൾ, ആ പിൻപറ്റി ജീവിക്കുന്ന ആളുകളുടെ ചിരടിൽ നമ്മയൊക്കെ അല്ലാഹു തആല കോർത്തിണക്കട്ടെ അവരെയും. ഇവിടെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത്? അത് തശ്ബീഹും ബിൽ മുജ്തമഈന തശ്ബീഹാക്കിയതിന് വേണ്ടി. എന്തിനോട്? ബിൽ മുജ്തമഈന ഒരുമിച്ച് കൂടുന്ന ആളുകളോട്. അപ്പോ അത്ബാ അല്ലേ ഇമാം ഷാഫിയുടെ അത്ബാ, ആ അത്ബാൻ എന്താക്കി? തശ്ബീഹാക്കി. ബിൽ മുജ്തമഈന ബിൽ ഉശ്റത്തി ഒരു കുടുംബത്തിൽ എല്ലാവരും ഒരുമിച്ച് കൂടൂലേ, അങ്ങനത്തെ ആ ഒരുമിച്ച് കൂടുന്നതിനോട് തശ്ബീഹാക്കിയതിന് വേണ്ടിയിട്ടാണ് അത്ബാഇന്റെ ചിരടുകളിൽ നമ്മയും അള്ള കോർത്തിണക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോ ഷാഫി മദ്ഹബാവുന്ന ആ കുടുംബത്തിലെ അംഗങ്ങളാവുക എന്നൊരർത്ഥം വെക്കാം. ഉസ്റത്തിൽ ഒരുമിച്ച് കൂടുന്നതിനോട് ഇവിടെ അത്ബാനെ തശ്ബീഹാക്കിയത് എന്താ? വജൂഷബ് ജാമിൽ മുവാഫഖത്തി യോജിക്കുക. ഇമാം ഷാഫി റളിയല്ലാഹു തആല കണ്ടെത്തിയ മദ്ഹബിലുള്ള വിധികൾ, ആ വിധികളുമായി നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കുക ഉണ്ടാവുക. ഈ ശക്തമായ ഒരു ബന്ധവും അങ്ങുമിങ്ങും യോജിക്കുക എന്ന ഒരു ജാമ്യ രണ്ടിനുണ്ടല്ലോ, ആ ഒന്നുകൊണ്ട് ആണ് ഉശ്റത്തിലുള്ള മുജ്തമയുടെ തശ്ബീഹാക്കിയിട്ട് അത്ബാഉ ഷാഫി എന്ന് പറയുന്നത്. വഹുവ അസ്ഹാബ് എന്ന് പറയുന്നത് ജമ്മു സ്വഹബിൻ, സ്വഹബിന്റെ ജമ്മാണ് സഹാബ്. അല്ലദീ എങ്ങനത്തെ സ്വഹബ്? ഹുവ ഈ സ്വഹബ് എന്നുള്ളത് ഇസ്മു ജമ്മിന്റെ സ്വാഹിബിൻ, സ്വാഹിബിനുള്ള ഇസ്മു ജമ്മാണ് സ്വാഹിബ്, ആ സ്വാഹിബിന്റെ ജമ്മാണ് അസ്ഹാബി എന്നുള്ളത്. അതെന്താ അങ്ങനെയൊക്കെ പറയാൻ കാരണം എന്ന് ചോദിച്ചാല് അസ്ഹാബ് അഫ്ആൽ വസന അഫ്ആൽ എന്നുള്ളത് ലാ യകൂനു ജംഅൻ ലി ഫാഇലിൻ, ഫാഇല് എന്നതിന് ജമ്മായിട്ട് അഫ്ആല് വരൂല. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? സാഹിബിന് സാഹിബേ വരൂ, അവ ഫായിലിന് ഫായിലേ വരൂ, ആ ഫായിലിന് ജമ്മായിട്ട് അഫ്ആല് വരൂ. അതാണ് പറഞ്ഞത്. റഹിമഹുമുല്ലാഹ് അല്ലാഹു അസ്ഹാബ് റഹ്മത്ത് ചെയ്യട്ടെ. ഇവിടെ ഈ റഹ്മഹുമുല്ല എന്ന് പറഞ്ഞത് അബലഹു, അതാണ് ഏറ്റവും ബലാഗത്തുള്ളത്. മിൻ അല്ലാഹുമ്മ റഹംഹും എന്ന ഇൻഷാഇയായി തൊലബായി തേടുന്ന ഈ ജുംലയേക്കാൾ ഇൻഷായുടെ അർത്ഥം വെക്കുന്ന ലഫ്ളിയായ ഖബരിയായ ജുംല റഹ്മഹുമുല്ല, അതാണ് ഏറ്റവും അബലാഗ്. അതെന്താ അബലാവാൻ കാരണം? ലിഇശ്ആരിഹി റഹ്മഹുമുല്ല എന്നുള്ളത് അറിയിച്ചതിന് വേണ്ടി. എന്തുകൊണ്ട് അറിയിച്ചു? ബിതഹഖുഖിൽ വുഖൂഇ ആ റഹ്മത്തോടെ സംഭവിക്കുക എന്ന് ഉറപ്പുകൊണ്ട് അറിയിച്ചു. ഏത് നിലപാടിൽ? തഫാഉലൻ ഇങ്ങനെ അറിയിച്ചതിന് വേണ്ടിയാണ് അബലാഗ് എന്ന് പറയുന്നത്. അവിടെ തഫാഉൽ എന്ന് പറയുന്നത് ശുഭലക്ഷണമായിട്ടാണ് ഉപയോഗിച്ചത്, ശുഭലക്ഷണത്തിന് വേണ്ടിയിട്ടാണ് റഹ്മഹുമുല്ല എന്ന് ഉപയോഗിച്ച് വരുന്നത്. മാത്രമല്ല ഓ ഫീഹി ഈ റഹ്മഹുമുല്ല എന്ന് ദ്വാരിക്കുന്നതിലുണ്ട് ഇഖ്തിദാഉ ബിമൻ അസ്നല്ലാഹു അലൈഹിം അള്ളാഹു പുകഴ്ത്തിയ ആളുകളുമായി അവരോട് പിൻപറ്റലും തുടരലും ഇതിലുണ്ട്. ബിഖൗലിഹി അസ്സഖായിലൻ അള്ളാഹുവിന്റെ വാക്കുകൊണ്ട് അള്ളാഹ് പുകഴ്ത്തി പറഞ്ഞില്ലേ, വല്ലദീന ജാഊ മിൻ ബഅദിഹിം സ്വഹാബാക്കൾക്ക് ശേഷം വരുന്ന, അവർക്ക് ശേഷം വരുന്ന ആളുകള് ഇങ്ങനെ ദ്വാരക്കും പ്രാർത്ഥിക്കുന്നൊക്കെ പറയില്ലേ, അങ്ങനെ അവരെ പുകഴ്ത്തി അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ആളുകളോട് തുടരുക എന്നുള്ളതും ഇതിലുണ്ട് റഹിമഹുല്ലാ എന്നതിന്. അല്ലായ ഫൈൻകുൽത്ത അപ്പൊ നീ ചോദിച്ചാൽ ലിമ ലം യുഅബ്ബിർ ബിമാ ഫിൽ ആയത്തി
എന്നാ പിന്നെ മുസന്നിഫ് അവറുകൾ ആയത്തിൽ പറഞ്ഞത് കൊണ്ട് എന്ത് ഇബാറത്താണ് റഹിമഹുമുള്ള പറഞ്ഞു എന്നാ കൊൽത്തു. അങ്ങനെ ചോദിച്ചാൽ ഞാൻ പറയും അത് ഇഷാറത്തൻ സൂചന നൽകാൻ വേണ്ടിയിട്ട്. എവിടേക്ക്? ഇലാ ഹുസ്നുൽ മഖ്സൂദി ബികുല്ലി ദുആഇൻ ഉഖറവിയ്യിൻ, ഉഖറവിയായ എല്ലാ പ്രാർത്ഥന കൊണ്ടും ഉദ്ദേശിക്കപ്പെടുന്നത് കിട്ടുക, ആ ഉദ്ദേശിക്കപ്പെടുന്നത് കിട്ടുക എന്നതിലേക്ക് സൂചന നൽകാൻ വേണ്ടിയിട്ടാണ്. എന്തിനേക്കാൾ നല്ല എന്തിന്റെ മേൽ എന്തോടുകൂടെ അല അന്നബി ഈസാരി ലഫ്ദുർ റഹ്മ, റഹ്മത്ത് എന്ന് പറയുന്ന പദത്തെ തെരഞ്ഞെടുക്കുന്നതിൽ ഉണ്ട് എന്തുണ്ട്? തഹ്സീസം ബി ഖൗലി സല്ലല്ലാഹു അലൈഹി വസല്ലമ, നബി തങ്ങളുടെ വാക്കിനോട് പിൻപറ്റലുണ്ട്. നബി തങ്ങൾ പറഞ്ഞല്ലോ റഹിമല്ലാഹു അഖീ മൂസ, മൂസ നബി അലൈഹിസ്സലാമാണ് എന്റെ സഹോദരൻ, ആ മൂസ നബിക്ക് അല്ലാഹ് കരുണ ചെയ്യട്ടെ എന്ന് നബി പറഞ്ഞിട്ടില്ലേ? അവിടെ ദ്വാരുന്നപ്പോൾ നബി തങ്ങൾ ഉപയോഗിച്ചത് റഹിമാണ്. ഈ ഹദീസും തുടരലുണ്ട്. അതോടൊപ്പം ദുന്യവി ഉഖറവിയായിരിക്കുന്ന ഏതെല്ലാം പ്രാർത്ഥനയുണ്ടോ അത്തരം പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്തോ അത് ആസിലാവിലേക്ക് സൂചന നൽകാൻ വേണ്ടി റഹ്മ. അപ്പൊ മഹബറത്തിനേക്കാൾ എന്താണ്? റഹ്മത്തല്ലേ. അതുകൊണ്ടാണ് അതിലേക്ക് സൂചന എന്ന് പറഞ്ഞത്. അത് ആമാണ്, റഹ്മത്ത് ആമാണ്. അപ്പൊ അത് തെരഞ്ഞെടുത്തു മഹബറത്തിനേക്കാൾ. മിനത്ത് സിനീഫി, എന്തിനാലാണ് അവര് ഇവിടെ അധികരിപ്പിച്ചത്? മിനത്ത് സിനീഫി തെസ്നീഫിനാൽ. അല്ലാഹിറു മിൻ എന്നതിന്റെ ലാഹിറ് അന്നഹ സായിദുൻ, അത് സായിദയാണ്. എന്തിനു? സിഹത്തിൽ മാനബി ദൂനിഹ, മിന്ന് ഇല്ലാതെ തന്നെ ഇവിടെ അർത്ഥം ശരിയായത് കൊണ്ടാണ് മിന്ന് സായിദ എന്നുള്ളത്. അതാണ് ലാഹിർ. അപ്പൊ അത്തസിനീഫ എന്ന് വെക്കാം. മിനത്തെസിനീഫ് വന്നാലും അപ്പൊ തെസിനീഫിനെ സ്വഹാബാക്കൾ അധികരിപ്പിച്ചു. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മിൻ എന്നുള്ളത് മാന ഫി, ഫീന്റെ മാനാക്കാണ് തെസിനീഫിൽ എന്നർത്ഥം. അതിനായത്ത് ഇദാ നൂദിയ ലിസ്വലാത്തി മിൻ യൗമിൽ ജുമുഅത, നമസ്കാരത്തിലേക്ക് നിങ്ങളെ വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ന്. മിൻ യൗമിൽ ജുമുഅത്ത, വെള്ളിയാഴ്ച ദിവസത്തിൽ. അവിടെ മിന്ന് ഫീന്റെ അർത്ഥത്തിനല്ലേ എന്നതുപോലെ ഇവിടെ വഫീഹി, ഈ പറഞ്ഞതിലുണ്ട് എന്തുണ്ട്? തഅസ്സുഫുൻ, ഒരു തഅസ്സുഫ് ഉണ്ടല്ലോ. എന്താ തഅസ്സുഫ് എന്ന് പറഞ്ഞാല്? ലാഹിറായ വഴിയും വിട്ട് പുറത്തു പോകലുണ്ട് ഇവിടെ. ഈ പറഞ്ഞ ലാഹിറായ വഴിയും വിട്ട് പുറത്തു വയ്ക്കുക. അതന്നെ വൽ ഫർഖു ലാഹിറുൻ, ഇവിടെ വ്യത്യാസമാണെങ്കിലോ എല്ലാവർക്കും മനസ്സിലായത്. കാരണം യൗമുൽ ജുമുഅ എന്ന് പറഞ്ഞ നിദാക്കുള്ള ലർഫാണ്, വിളിക്കാനുള്ള ഒരു ലർഫായി നിൽക്കുന്ന സമയമാണ് യൗമുൽ ജുമുഅ. തസ്നീഫ് എന്ന് പറഞ്ഞാൽ ഇഖ്സാറിനുള്ള ലർഫല്ലല്ലോ. അപ്പൊ ഒരു മാറ്റമുണ്ട്. അങ്ങനെ കീലക്ക് മറുപടി കൊടുത്തു. വക്കീല പറയപ്പെട്ടിട്ടുണ്ട് മിൻ എന്നുള്ളത് ലിൽ മുജാവസത്തി, അത് അങ്ങോട്ട് വിട്ടുകടത്തലിനുള്ളതാണ്. ഏതുപോലെ? കമാവി സൈദുൻ അഫ്ളലു മിൻ അംരിൻ എന്ന് ഉദാഹരണത്തിലുള്ളതുപോലെ സെയ്ദ് അംറിനേക്കാൾ അഫ്ളലാണ്. അവ സ്വഹാബാക്കൾ അധികരിപ്പിച്ചു. മിനത്ത് തസ്നീഫി, തസ്നീഫിനേക്കാൾ അധികരിപ്പിച്ചു എന്നാക്കെ. അതായത് ഐ ജാവസഹു, സെയ്ദ് അംറിന് വിട്ടുകടന്നു, ഫിൽ ഫദ്ലി, ശ്രേഷ്ഠതയിൽ വിട്ടുകടന്നു എന്നല്ലേ എന്റെ അർത്ഥം. കമാ അന്നഹും ഹുന, നിശ്ചയമായിട്ടും സ്വഹാബ് ഇവിടെ ജാവസു, അവർ വിട്ടുകടന്നതുപോലെ അൽ ഇഖ്സാറ, ഇഖ്സാറിന് എന്ത് വിഷയത്തിൽ? ഫിത്തസ്നീഫി, രചിക്കുന്നതിൽ അധികരിപ്പിക്കുക എന്നതിന് അവർ വിട്ടുകടന്നില്ലേ. അപ്പോൾ ഇവിടെ മിന്ന് മുജാവസത്തിന്റെ മിന്നാണ്. അങ്ങനെയും പല അഭിപ്രായമുണ്ട്. എന്തും വെക്കാം. ആ തെസ്നീഫി ബഹുവ, എന്താ തെസ്നീഫ്? ജഅലു ശൈഇ, ഒരു വസ്തുവിനെ ആക്കുക, അസ്നാഫൻ പല വിഭാഗങ്ങളാക്കി വെക്കുക, മുത്തമയ്യിസത്തൻ വേർതിരിക്കുന്ന രീതിയിലുള്ള പല വിഭാഗങ്ങൾ. അഹസ് മിൻഹു, എന്നാൽ ഈ തഅലീഫിൽ അഹസ്സായത് അത്തഅലീഫ്, തസ്നീഫിൽ നിന്ന് അഹസ് തഅലീഫാണ്. തസ്നീഫ് എന്ന് പറയുമ്പോ വേർതിരിയുന്നതായ പല വകുപ്പുകളിലായ ഒരു വസ്തുനാക്കി വെക്ക് തസ്നീഫ്. അതിൽ അഹസ്സാണ് തഅലീഫ്. കാരണം ലിസ്തിദ്ആഇഹി, ഈ തഅലീഫ് എന്നുള്ളത് തേടുന്നുണ്ട് സിയാദത്തൻ, ഒരു കൂടുതലാക്കുക ഇതിനെ തേടുന്നുണ്ട്. യാസിയാദത്ത് ഈഖാഉൽ ഇൽഫത്തി ബൈനൽ അൻവാഇൽ മുതമയ്യിസത്തി, ഇവിടെ വേർതിരിയുന്നതായ പല ഇനങ്ങളുണ്ട്. ആ ഇനങ്ങൾക്ക് ഇടയിൽ
എന്താകുക, കൂട്ടിച്ചേർക്കുക, ഇണക്കുക എന്ന് സംഭവിക്കുന്ന ഒന്നുണ്ട്. അതാണ് അവിടെ സിയാത്ത്. ആ സിയാത്തുൽ തൈരീഫിലാണ്. കുത്തുബുൽ അസ്ഹാബി, അസ്ഹാബുടെ ഗ്രന്ഥങ്ങളൊക്കെ മിൻദാലിക അതിൽപ്പെട്ടതാണ്. വിവിധങ്ങളായ പല ഇനങ്ങളായി കൂട്ടിച്ചേർത്ത് കൊണ്ടുവന്നതാണ്. ഫത്തസ്നീഫു ഹുന, അപ്പൊ ഇവിടെ തസ്നീഫ് എന്ന് മുസന്നിഫ് കൊടുത്ത ഈ ഭാവത്തിൽ ഇവിടെയുള്ള തസ്നീഫിന്റെ അർത്ഥം ബിമഅന തഅലീഫ്, തഅലീഫിന്റെ അർത്ഥം കൊണ്ടാണ്. വഹുവ, ഈ തഅലീഫ് എന്നുള്ളത് ഫിൽ ഉലൂമിൽ വാജിബത്തി, വാജിബായ ഇൽമുകളിൽപ്പെട്ട് തന്നെയാണ്. അപ്പോ ലൽ മന്ദൂബത്തി, മന്ദൂബായ ഇൽമുകളിലല്ല, വാജിബായ ഇൽമുകളിൽ ഈ തഅലീഫ് നടത്തുക എന്നുള്ളത് കൽ അറൂദ്, അതൊരു കവിതാ ശകലം പോലെയാണ്, കാവ്യശാസ്ത്രം പോലെയാണ്. കാവ്യശാസ്ത്രം പോലെയാണ് മന്ദൂബല്ലാത്ത വാജിബായ ഇൽമുകളിൽ രചന നടത്തുക എന്നുള്ളത്. ഖിലാഫൽ ലിമൻ അദ്ദഹു, ഈ ഇൽമുൽ അറൂദിനെ എണ്ണിയവർക്കെതിരായിട്ട്. എന്തിനെണ്ണി? മിൻ ജുംലത്തി ഫുറൂദുൽ കിഫായത്തി, ഫർദ് കിഫയാവുന്ന ഒരുപാട് കാരണം അത്തരം കൂട്ടങ്ങളിൽ ഇൽമുൽ അറൂദ, കവിതാശാസ്ത്ര വിജ്ഞാനത്തെ എണ്ണിയിട്ടുണ്ട്. അങ്ങനെ എണ്ണിയവർക്ക് എതിരായിട്ടാണ് നമ്മൾ പറഞ്ഞത് വാജിബായ ഉലൂമിൽ ഈ രചന എന്ന് പറയുന്നത് അറൂദ് പോലെയാണ് പറഞ്ഞത്. മിനൽ ബിദഅൽ വാജിബത്തി, വാജിബായ പുതിയ കാര്യങ്ങൾപ്പെട്ടതാണ് തഅലീഫ്. അല്ലത്തി, എങ്ങനത്തതായ ബിദഅ, ഹദസത്ത്, അത് ഉണ്ടായത് ബഅദ അശ്രി സ്വഹാബത്തി, സ്വഹാബാക്കളുടെ കാലങ്ങൾക്ക് ശേഷം. സ്വഹാബത്തിന്റെ കാലത്ത് രചനയില്ല, അതിനുശേഷം രചന എന്ന് പറഞ്ഞ് തങ്ങി നടക്കാൻ തുടങ്ങി, ഗ്രന്ഥരചനയൊക്കെ. അപ്പൊ അങ്ങനത്തെ നിർബന്ധമായ വിധുവത്തിൽപ്പെട്ടതാണ് ഈ തഅലീഫ്. വഖ്തലഫു, പണ്ഡിതന്മാര് വിഭിന്നമായിരിക്കുന്നു ഫി അവ്വലി മൻ ഇഖ്തറഅഹു, ആരാണ് ആദ്യം ഗ്രന്ഥം രചിച്ചു എന്ന കാര്യത്തിൽ. ഫഖീല, പറയപ്പെടുന്നു അബ്ദുൽ മലിക് ബിൻ ജുറൈജ് എന്ന് പറയുന്ന ആൾ എന്ന ഷെയ്ഖ് ഷാഫിഈ, ഇമാം ഷാഫിയുടെ ഷെയ്ഖിന്റെ ഷെയ്ഖാണ്, അവരാണ് ഉണ്ടാക്കിയെന്ന് പറയുന്നു. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് വയറു, മൂപ്പരല്ല മറ്റാരാണ് എന്ന് പറയപ്പെട്ടിട്ടുണ്ട്. കിതാബത്തുൽ ഇൽമി, എന്ന ഇൽമു എഴുതുക എന്നതിന്റെ വിധി എന്താ? മുസ്തഹബ്ബത്തുന, സുന്നത്താണ്. ഇൽമി എഴുതല് സുന്നത്താണ്. വക്കീല, പറയപ്പെട്ടിട്ടുണ്ട് വാജിബത്തുൻ, സുന്നത്തല്ല വാജിബാണ് എന്നുള്ളത് തന്നെയാണ്. ഒഹുവ, വാജിബാണെന്ന് പറയുന്ന ഈ ഖീല വജീഹുൻ, അതൊരു ന്യായം തന്നെയാണ്. ഫിൽ അസ്മിനത്തിൽ മുതഅഖിറത്തി, പിൻകാലക്കാരിൽ അത് എന്താണ്? ന്യായം തന്നെയാണ്. കാരണം വഇല്ല, അത് വാജിബായിട്ടില്ലായിരുന്നുവെങ്കിൽ ലളാഅൽ ഇൽമു, ആ ഇൽമൊക്കെ നഷ്ടപ്പെട്ടു പോകുമായിരുന്നേന്. അപ്പൊ എല്ലാവരും വാജിബായതുകൊണ്ട് കാര്യം രചിച്ചു വെച്ച് കിട്ടി. വൈദ വജബത്ത് കിതാബത്തുൽ വസായിഖി ലിഹിഫ്ദിൽ ഹുഖൂഖി, ബാധ്യതകളെ സൂക്ഷിക്കലിന് കരാറ് പത്രങ്ങൾ എഴുതുക എന്നുള്ളത് നിർബന്ധമാണ് എങ്കിൽ ഫൽ ഇൽമു ഔല, അപ്പൊ പിന്നെ നിർബന്ധമായി എഴുതൽ കൊണ്ട് ഏറ്റവും ബന്ധമായത് ഇൽമല്ലേ, അപ്പൊ ഇൽമു എഴുതൽ വാജിബാണ് എന്ന് സാരം. ഇങ്ങനെയൊക്കെയാണ് ഇവകളെ കുറിച്ചുള്ള ചർച്ച. ഇനി എന്തൊക്കെ തസ്രീഫ് നടത്തി, അതാണ് വിശദീകരിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നാളെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ദ്വാരക്കുക, നിരൂപണങ്ങളും തിരുത്തലുകളും വരട്ടെ. അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.